വിവാദമായ മണ്ണാർക്കാട് പള്ളിപ്പടി നായാടിക്കുന്ന് റോഡ് നവീകരണം പൂർത്തിയായി. 8 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നവീകരിച്ചത്. റോഡ് നവീകരണത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മറ്റൊരു വാർഡ് കൗൺസിലർ നടത്തുന്ന ശ്രമം ബാലിശമെന്ന് ചന്തപ്പടി വാർഡ് കൗൺസിലറും സ്ഥിരം സമിതി അധ്യക്ഷനുമായ സി ഷഫീഖ് റഹ്മാൻ പറഞ്ഞു. ദേശീയപാത നവീകരണം പൂർത്തിയായതോടെയാണ് പള്ളിപ്പടി നായാടിക്കുന്ന് റോഡിൽ ദുരിതം തുടങ്ങിയത്. ഈ റോഡിലെ വെള്ളം ദേശീയപാതയിലേക്കാണ് ഒഴുകിയിരുന്നത്. ദേശീയപാത ഉയർത്തിയതോടെ റോഡിൽ വെള്ളക്കെട്ടായി. നഗരമധ്യത്തിലെ റോഡിലെ വെള്ളക്കെട്ട് കൗൺസിലിൽ എന്നും ചർച്ചയായിരുന്നു. ഇതേ ചൊല്ലി ചന്തപ്പടി വാർഡ് കൗൺസിലർ ഷഫീഖും നായാടിക്കുന്ന് കൗൺസിലർ കെ മൻസൂറും തമ്മിൽ കൗൺസിലിൽ രൂക്ഷമായ തർക്കങ്ങൾ നടന്നിരുന്നു. റോഡിൽ ഫണ്ട് അനുവദിക്കണമെന്ന ഷഫീഖിന്റെ അഭ്യർത്ഥന പരിഗണിച്ചാണ് 8 ലക്ഷം രൂപ അനുവദിച്ചത്. വെള്ളക്കെട്ടുള്ള ഭാഗം മുതൽ ലീഗ് ഓഫീസ് വരെയുള്ള ഭാഗം കോൺക്രീറ്റ് ചെയ്തു. ഇതോടെ ഈ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി. അതേസമയം റോഡ് നവീകരണം പൂർത്തിയായതിനു പിന്നാലെ നായാടിക്കുന്ന് കൗൺസിലർ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടത് എട്ടുകാലി മമ്മൂഞ്ഞിനെയാണ് അനുസ്മരിപ്പിക്കുന്നതെന്ന് കൗൺസിലർ ഷഫീഖ് റഹ്മാൻ പറഞ്ഞു. സപ്ലിമെന്ററി അജണ്ട വെച്ചുകൊണ്ടാണ് എൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റോഡ് കൗൺസിൽ യോഗത്തിൽ ചർച്ചയാവുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കൗൺസിൽ യോഗത്തിൽ LSTD എഞ്ചിനീയർ വിഭാഗത്തെ എയിനെ കൗൺസിൽ യോഗം ചുമതലപ്പെടുത്തുകയും ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ റോഡ് നവീകരിക്കാൻ ആ കൗൺസിൽ യോഗത്തിലാണ് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 13-ാം തീയതി എനിക്ക് എഞ്ചിനീയറുടെ കത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ അഡ്രസ്സ് വെച്ചുകൊണ്ട് കൗൺസിൽ പ്രകാരം എടുത്ത തീരുമാനം ഈ റോഡിൻ്റെ പ്രവൃത്തി വളരെ നല്ല നിലയിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 8 ലക്ഷം രൂപ നഗരസഭ വകയിരുത്തിയിട്ടുണ്ട്. അതോടുകൂടി ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മാറുകയും വെള്ളക്കെട്ടിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് LSTD എഞ്ചിനീയർ വിഭാഗം എനിക്ക് കത്തും കൈമാറിയിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ പ്രവൃത്തി 8 ലക്ഷം രൂപ നഗരസഭ വകയിരുത്തി ചെയർമാൻ്റെ പ്രത്യേക സ്പെഷ്യൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റോഡിൻ്റെ ഈ പ്രവൃത്തി നമ്മൾ പൂർത്തീകരിച്ചത്. വളരെ നല്ല നിലയിൽ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെ കച്ചവട സ്ഥാപന വ്യാപാരികളുടെ ഈ പ്രദേശത്തെ ആളുകളെല്ലാവരും ഈ റോഡ് പണിയുമായി കൊണ്ട് ഒരുപാട് അവർ സഹായിച്ചിട്ടുണ്ട്. റോഡ് പ്രവർത്തിക്ക് ശേഷം ഇത് നനക്കാനാവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഈ പ്രദേശത്തെ ആളുകളാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളൊക്കെ ഉണ്ട്. വാദത്തിനും തർക്കത്തിനും ഒന്നുമില്ല. ഒരു ക്രെഡിറ്റ് ആര് വേണമെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊരു നാടിൻ്റെ ആവശ്യമാണ്. വികസന പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ വിഭാഗ ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു നാടിൻ്റെ പുരോഗതിയാണ് വികസനം എന്ന് പറയുന്നത്. ആ വികസന പ്രവർത്തനത്തിൽ ഈ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രമുണ്ട്, എട്ടുകാലി മമ്മുഞ്ഞി. അതുപോലെ സ്വയം സമൂഹത്തിൻ്റെ ഇടയിൽ അപഹാസ്യരാവുക, ഇളിപ്പരാവുക എന്നുള്ളതൊക്കെ ഇതുകൊണ്ടൊക്കെ ഗുണം കിട്ടുകയെന്ന് മാത്രമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാൻ